ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ പണ്ഡിതൻ എന്ന് പറയുന്നത്. ഒരു വാപ്പാടെ മോനെയും പേടിക്കാതെയുള്ള ആമലിക്കൻ എന്ന് പറയുന്നത്. കള്ളക്കടത്ത്, ഗുഹ്യ ഭാഗങ്ങളിൽ ഒളിച്ചു കടത്തുക, അത് കൊടുവള്ളിക്കാരൻ ചെയ്താലും കരുവമ്പൂൽക്കാരൻ ചെയ്താലും വെണ്ണക്കോടുകാരൻ ചെയ്താലും ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ആരും അങ്ങനെ ചെയ്യരുത്, രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിക്കിയുടെ ബാലൻസ് തെറ്റാൻ അത് കാരണമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, കരുവമ്പൂൽക്കാരൻ കടത്താൻ തുടങ്ങിയാൽ, കൊടുവള്ളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം, പറയണം, കൊല്ലരുതനിയാ, കൊല്ലരുത് മാനുഷാദ, ഇന്ത്യയെ കൊല്ലരുത്. ഇതൊരു ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ്. ഒരു ഭാഗത്ത് പണം കൂടുകയും മറുഭാഗത്ത് മെലിയുകയും ചെയ്യുന്നതിന് കാരണമാകുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം അതിൽ ചെയ്യല്ലേ, തലക്കെട്ട് കെട്ടിയവനെ, തൊപ്പിയിട്ടവനെ, നിസ്കാരത്താമ്പുള്ളവനെ, ഇത് പറഞ്ഞു കൊടുക്കൽ ആലിമിന്റെ നിർബന്ധമാണ്. മഹാദ്രോഹമാണ് കള്ളക്കടത്ത്. അതുകൊണ്ടാണല്ലോ അത് പിടിക്കുന്നത്. എവിടെയാണ് ആ വ്യത്യാസം? സ്വർണം കടത്തുന്ന വ്യക്തി, അദ്ദേഹത്തിന് വിജയം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണം ഗവൺമെന്റ് അറിയാതെ കൊണ്ടുകൂടും. ആ കൊന്നുകൂടുന്ന വ്യക്തിയാണ് ഇവിടെ ഒരു കൃഷ്ണനോ ഒരു ഗോപാലനോ ഒരു വീട് വെക്കാൻ 10 സെന്റിന് സ്ഥലം അന്വേഷിക്കുമ്പോൾ 1 ലക്ഷത്തിന് കിട്ടിയിരുന്ന സ്ഥലം ഈ പറയുന്ന കള്ളക്കടത്തുകാരൻ 1 ലക്ഷത്തിനാണ് ആളുകൾ പറഞ്ഞ ഞാൻ 10 ലക്ഷം തന്നേക്കാം. സാധനത്തിന് അവൻ വില കയറ്റുകയാണ്. അങ്ങനെ ഭൂമി വാങ്ങാൻ ഇവിടുത്തെ കൃഷ്ണന് കഴിയുന്നില്ല, മത്തായിക്ക് കഴിയുന്നില്ല, പോക്കറിന് കഴിയുന്നില്ല. എവനാണ് കാരണക്കാരൻ? ഈ കള്ളക്കടത്ത് രാജാക്കന്മാരാണ്. ഇതിനെയാണ് പണപ്പെരുപ്പത്തിന്റെ ദോഷം എന്ന് പറയുന്നത്.